ടാറ്റോ അതെന്താ? ചിത്രങ്ങളൊക്കെ അതെവിടെ ചെയ്യണേ? അത് നിർമ്മൽ ചേട്ടൻ വേറൊരാള് ചെയ്യുന്നുണ്ട്. നിർമ്മലോ? ഇന്ന് അവിടേക്ക് പോയിട്ടല്ലേ ബാക്കി കാര്യം. അതിന് മുന്നൊരു കാര്യമുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ് ടാറ്റു ചിത്രകല. ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു ടാറ്റു ചിത്രകലയിലെ വേറിട്ട മുഖം. തൃശ്ശൂർ ജില്ലയിൽ ആറ്റൂർ മനപ്പടി എന്ന സ്ഥലത്തുള്ള നിർമ്മൽ ടാറ്റു കലയോടുള്ള അമിതമായ ആവേശം കൊണ്ട് തനിക്ക് വന്ന മറ്റ് ജോലി ഓഫറുകളെല്ലാം നിരസിച്ചു നിർമ്മൽ. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോണ്? ഇത് ഹസ്ബൻഡിന്റെ പേരാണ്, ശ്രീനി എന്നാണ്. അതിന് ചെറിയൊരു വിഷയം ഭംഗിക്ക് ഒരു മൈക്കിലുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്തിരിക്കണേ? ഞാൻ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തു. റാപ്പ് ചെയ്യാ പറഞ്ഞ ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ ഈ കയ്യോട് വെച്ചിട്ടാണ് ഇതിപ്പോ ചെയ്യാം. അപ്പൊ ഈ നമ്മൾ നീഡിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ചോരയും കാര്യങ്ങളൊക്കെ ഇതിലായി കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വർക്ക് ചെയ്യുമ്പോൾ ഈ സാധനം വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാം. അപ്പൊ അത് അടുത്ത ആളിലേക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും വരാതിരിക്കാനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോ ഓരോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഊരിക്കളയും. പിന്നെ അടുത്ത ആള് വരുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യും. ഇതൊക്കെ ചെയ്യും അതേപോലെ. ഫുൾ ടൂൾസിൽ മൊത്തം റാപ്പ് ചെയ്യുക ഗൈസ്. മൊത്തം ടൂൾസിൽ റാപ്പ് ചെയ്യാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസും. ഈ സെറ്റിങ്സ് വരെ, അതായത് സെറ്റ് വരെ ചെയ്യൂലേ? അതായത് ഈ മറ്റേ നമ്മൾ ടീപ്പോയി വരെ ചെയ്യൂലേ? ഫുൾ സേഫ്റ്റി ആക്കിയിട്ടാണ് നിർമ്മൽ സാധാരണയായിട്ട് ഈ വർക്ക് ചെയ്യാറുള്ളത്. സാധാരണ ഗതിയിൽ നമ്മൾ ടാറ്റു അടിക്കാൻ വരുന്ന ആളുകളോട് എന്തൊക്കെ നിബന്ധനകളാണ് നിർമ്മൽ വയ്ക്കാറ്? നമുക്കിപ്പോ ഷുഗർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മുറിയാവണതാണ്. അപ്പൊ ആ മുറി ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഷുഗർ ഉള്ളവരോട് അവർക്ക് നമ്മൾ മാക്സിമം അവരെ ഒഴിവാക്കും, കാരണം ചെയ്ത് കൊടുക്കില്ല. പിന്നെ നമുക്ക് അതേപോലെ തന്നെ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്കിൻ അലർജീസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ടാറ്റു ചെയ്താൽ അത് കൂടുതൽ മോശമായി വരും. സ്കിൻ അലർജി ഒക്കെ ഉള്ള ആൾക്കാർ ഇഷ്ടമുണ്ട് സംഭവം, പക്ഷെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അത് വീണ്ടും വൾഗറായി മാറും, ഉണങ്ങാതെയും സ്കിൻ അലർജി കൂടി. പിന്നെ അവർക്ക് ഇത് ജീവിതകാലം മൊത്തം നമ്മുടെ മേത്ത് കിടന്ന സംഭവമാണ്. പിന്നെ അത് ഭയങ്കരമായിട്ട് മോശമാണ്, അതുകൊണ്ട് ചെയ്യാതില്ല. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് എനിക്ക് പിടിക്കാനൊരു ഗ്രിപ്പ് ഇല്ലേ? ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? ഈ ടൂൾസിൽ നമ്മൾ ഈ ടൂൾസിലും ചുറ്റൂലേ? റാപ്പ് ചുറ്റൂലേ? വരയ്ക്കണ പേന വരല്ലേ? എന്താണ് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഇത് വരയ്ക്കാൻ പോകുന്ന ഭാഗത്ത് ആദ്യം ഇത് കുറച്ച് തേക്കണം, അപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം അതിന്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ. അപ്പൊ കറക്റ്റ് ആയിട്ട് കീറും. അങ്ങനെ കീറില്ല, കറക്റ്റ് ആയിട്ട് നമുക്ക് കീറി വരാൻ വേണ്ടിട്ട്. ഇതിപ്പോ ഞാൻ ചെയ്യണ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വർക്ക്, ലൈൻ വർക്ക് പോലെ ഒരു ബട്ടർഫ്ലൈയും, പിന്നെ നേരത്തെ കണ്ട പോലെ ഇതിപ്പോ ഇത് 5RL ആണ് ഈ നീഡില്. അത് എന്താ വെച്ചാൽ ചെറിയ ലൈനൊക്കെ വരയ്ക്കാനുള്ള ഒരു നീഡിലാണ് 5RL എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ 7RL. 7RL പറഞ്ഞാൽ കുറച്ചുകൂടി വലുപ്പത്തിൽ വണ്ണത്തിൽ ലൈൻ വരാനുള്ള നീഡിലാണ്. പിന്നെ ഇത് 7RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡിങ്ങിന്, ചെറിയ ചെറിയ ഷെയ്ഡിങ്ങിനൊക്കെ ഉള്ള. ഇത്
നയൻ മാഗ്നം എന്ന് പറയും. ഓക്കെ. ഇത് നമുക്ക് ഷെയ്ഡിങ്ങിന്റെ വലിയ വലിയ ഷെയ്ഡിങ്. ഇതിന്റെ മുകളിലേക്ക് നീഡില് ഇനിയുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട ഓക്കെ. ഫസ്റ്റ് സാനിറ്റൈസർ ചെയ്യാണ്. കൈയൊന്ന് എവിടെയാണ് ടാറ്റു അടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം ആദ്യം ഒന്ന് വൃത്തിയായി സാനിറ്റൈസർ വെച്ചിട്ട് കഴുകിയിടും. ടാറ്റു വർക്ക് പഠിക്കാനായി ഒരു കോഴ്സുണ്ട്. നാഷണൽ സ്കിൽ ഇന്ത്യ മിഷനാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇത് പഠിക്കാനുള്ള കാലാവധി 3 മാസം മുതൽ 6 മാസം വരെയാണ്. നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ ടാറ്റു ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുള്ള ആർട്ടിസ്റ്റാണ് നിർമ്മൽ. സാധാരണയായിട്ട് നമ്മൾ ടാറ്റു വർക്ക് കാണുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ഇത് എന്താ ഇത് അത്ര ഭാരം കൂടിയ ജോലിയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു ടാറ്റു വർക്കർ ഒരു നല്ല ചിത്രം വരയ്ക്കുന്ന ഒരാളായിരിക്കണം. അതിലുപരി നല്ല ക്ഷമയുണ്ടായിരിക്കണം. ഈ ജോലിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാര്യം, അതായത് കണ്ണ് ഫുള്ളായിട്ട് വർക്കിൽ കോൺസെൻട്രേഷൻ ആയിരിക്കണം. അതിലുപരി തണ്ടല്, കയ്യ്, ഷോൾഡർ ഇതെല്ലാം ഭയങ്കര പെയിൻ ആയിരിക്കും. കാരണം ഇങ്ങനെ നിരീക്ഷിച്ച് ആ വർക്കിൽ ഫുൾ കോൺസെൻട്രേഷൻ അല്ലേ, ആ വർക്ക് തീരണവരെ ആ വർക്കിൽ കോൺസെൻട്രേഷനായി. ചില വർക്കുകളൊക്കെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 6 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരേ ഇരിപ്പിരിക്കേണ്ടി വരും. റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ റെസ്റ്റ് എടുത്താൽ അതിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. ചില വർക്കുകൾ 2 ദിവസമൊക്കെ ഉണ്ടാവും. സാധാരണയായി ഓരോ ഡിസൈൻ അനുസരിച്ചാണ് ഓരോ വർക്കുകൾ. ചിലത് 1 മണിക്കൂർ 2 മണിക്കൂറിലൊക്കെ അവസാനിക്കും. 1 ദിവസം കൊണ്ട് അവസാനിക്കുന്നുണ്ട്. ചില ദിവസങ്ങളൊക്കെ 2 ദിവസമൊക്കെ വരാറുണ്ട്. ഞാൻ നിർമ്മൽ കണ്ട ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, നിർമ്മൽ ഭയങ്കര ഡെഡിക്കേഷനാണ്. ഈ വർക്കിനോട് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ കസ്റ്റമേഴ്സിനോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്, റെസ്പെക്റ്റായിട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്, അതായത് ഈ ജോലിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ്സാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്ത് സന്തോഷവാനാണെന്നറിയോ. അദ്ദേഹം ഇഷ്ടപ്പെട്ട ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല ഈ ടാറ്റു വർക്ക് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഈ ടാറ്റു വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ, എൻ്റെ കയ്യിൽ ഇത്ര കാശൊന്നുമില്ല, എനിക്ക് ആഗ്രഹം നടക്കില്ല എന്ന്. ഒരിക്കലുമല്ല. നിർമ്മൽ അങ്ങനത്തെ ഒരാളല്ല. സാധാരണക്കാരായ ഒരാളുടെ ആഗ്രഹം അനുസരിച്ച് അവരുടെ കയ്യിലുള്ള ഡിസൈൻസ് സമയദൈർഘ്യം വളരെ കുറവാണെങ്കിൽ അദ്ദേഹം കാശിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ വിലപേശാറില്ല. അതുമാത്രമല്ല വളരെ ചുരുങ്ങിയ രീതിയിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിർമ്മൽ, ഇതെന്താണ് ഈ ചെറിയൊരു ഡപ്പ? ഇങ്ക് ക്യാപ്പ്. ആ, ഓക്കെ. ഇത് നമ്മൾ ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷിയിലെ ആ മഷി നിറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണത്. നിങ്ങൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ നിർമ്മലിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ടാറ്റു വർക്കിൻ്റെ എല്ലാവിധ സംശയങ്ങളും ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ്. യാതൊരു ഭയവും വേണ്ട. അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ്, നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ്. സാധാരണയായിട്ട് ടാറ്റു ചെയ്യുമ്പോൾ ബ്ലഡ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ബ്ലഡ് വരണത് എങ്ങനെയാ വെച്ചാൽ, നമ്മള് ടാറ്റു ചെയ്യണതിന്റെ തലേ ദിവസം നമ്മള് മദ്യപിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് രക്തോട്ടം കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലഡ് നന്നായിട്ട് പമ്പ് ചെയ്യും. നമുക്ക് ഈ ഇങ്കൊന്നും ഇറങ്ങില്ല, ടാറ്റു ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ചെയ്യാൻ വരുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കും.
നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതേപോലെ ചെറുപ്പക്കാർ, തൻ്റെ പാഷന് പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ? അവര് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, തൻ്റെ സ്വപ്നങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും യാത്ര ചെയ്യാറ്. നമ്മൾ ഒരിക്കലും ഒരു കലാകാരന്മാരെ കാണുമ്പോൾ അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. കാരണം അത് അവരുടെ മനസ്സിൽ ഒരുപാട് മുറിവേൽക്കാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ടാറ്റു? നിർമ്മല ചെയ്തു, നല്ല ഭംഗിയായിട്ടുണ്ട്. വിചാരിച്ചേക്കിനും നന്നായിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? ഇഷ്ടായി. വർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ആളുകൾക്ക് വന്നിട്ട് നിർമ്മല നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിർമ്മലിൻ്റെ ടാറ്റു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വിളിക്കേണ്ട ആൾക്കാർക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.